ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പൊ മാത്സ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായം ഞാൻ ഫസ്റ്റ് പറയാം. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സാം എന്നാണ് പറയാനുള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ അഭിപ്രായം പറയാനല്ല ഓരോ വീഡിയോസും ഓരോന്നിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേരും കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ, അവരെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം ഇൻ കേസ് എങ്ങാനും പേപ്പർ ടഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറെ പേര് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേരിലോട്ട് എത്തും. അപ്പൊ പിന്നെ ആളുകൾ അത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. കുറെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സിൽ ഇടണം എന്നാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എന്റെ മാത്രം എനിക്ക് ഈസി ആയോ ടഫായോ എന്നുള്ളതല്ല ഞാൻ വീഡിയോ ചെയ്തിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ സ്കൂളിൽ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവർക്ക് ഈ കഴിഞ്ഞ ഫിസിക്സിനെയും കെമിസ്ട്രീനേക്കാളും ഭേദമായിരുന്നു, കുറച്ച് സമാധാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും നല്ല ടഫ് ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പിന്നെ എന്താ പറയാ, എനിക്ക് 3 മാർക്കിന്റെ സെക്ഷനൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ആൻസർ കീ വന്നിട്ട് വേണം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാന്. നിങ്ങൾക്ക് എക്സാം ടഫ് ആയിരുന്നെങ്കിലും ഈസി ആയിരുന്നെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സാം ആവാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാ ഈ ഒരു IELTS പഠിച്ചതെന്ന് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലംസും എക്സസൈസ് പ്രോബ്ലംസും ആണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചത്. കുറച്ച് PYQs മാത്രം നോക്കിയിട്ടുണ്ട്, അത് ജസ്റ്റ് തലേ ദിവസം നോക്കിയതാണ്. മിസ്ലേനിയസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. +1 ആണെങ്കിലും മാത്സിൽ നിങ്ങൾ NCERT പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ ഗൈസ്, ഇതിന്റെ അകത്ത് 3 മാർക്കിന്റെ സെക്ഷനിൽ രണ്ടാമത്തേൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാലേ, ഈ വെക്ടറിൽ നിന്നും സാധാരണ ചോദിക്കുന്നത് ഇങ്ങനെയല്ല, എന്നാലും 12th ക്വസ്റ്റ്യൻ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്കത് എക്സ്ട്രാ ആയിട്ട് വെക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു 4 മാർക്കിന്റെ സെക്ഷൻ അവിടെയാണ് കുറച്ച് പേടിയുള്ളത്. പിന്നെ ഈ വേർഡ് പ്രോബ്ലം ആണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്തൊരു വേർഡ് പ്രോബ്ലം ആയിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, വേർഡ് പ്രോബ്ലം എന്തായാലും ചോദിക്കുന്നുണ്ടല്ലേ, കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേർഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വിടാന്നൊരു മൈൻഡ് സെറ്റിലാണ് പോയത്. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് ഒരിക്കൽ ചെയ്ത് നോക്കിയൊരു വേർഡ് പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു വട്ടം ചെയ്തായിരുന്നു എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതി ഒന്ന് ജസ്റ്റ് വെട്ടി. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ എഴുതിയ ഒരു സ്റ്റെപ്പ് ശരിയായിരുന്നു, ബാക്കി ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വെട്ടിയും വെച്ച് ഇനി പറഞ്ഞുകൂടാ, എന്താണെന്നറിയില്ല, അത് പോട്ടെ. അപ്പൊ ബാക്കിയൊന്നും വേറെ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓരോ സെക്ഷനും ജസ്റ്റ് എങ്ങനെ പറഞ്ഞു പോവാം. ശരിക്കും ആൻസർ കീ വന്നിട്ട് വേണം എല്ലാം ശരിയാണോ ഇല്ല എന്നൊക്കെ നോക്കാന്. 3 മാർക്കിന്റെ സെക്ഷൻ ഒന്നും കുഴപ്പമില്ലായിരുന്നു. എന്താ പറയാ, അത്യാവശ്യം എല്ലാവർക്കും പഠിച്ചവർക്കൊക്കെ എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഉള്ളത് 4 മാർക്കിന്റെ അവിടെയാണ്. അവിടെ എനിക്ക് കുറച്ച് ഡൗട്ട് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യന്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, 4 മാർക്കിന്റെ സെക്ഷനിൽ അധികം ചോദിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ. അത് ചോദിച്ചിട്ടില്ല. പകരം വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 6 മാർക്കിന്റെ സെക്ഷന്റെ അവിടെ പറയുവാണെങ്കിൽ, എനിക്ക് ഡിഫറൻസിയേഷൻ സാധാരണ ഈസി ആയിട്ടാണ് ചോദിക്കാറ്. പിന്നെ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നി. പക്ഷെ കുഴപ്പമില്ല. ഇന്റഗ്രേഷൻ്റെതും അതുപോലെ തന്നെ LPP ആണെങ്കിലും മെട്രിക്സിന്റെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിരുന്നു. ഇന്റഗ്രേഷന്റെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എന്നല്ല, ഇന്റഗ്രേഷൻ ശരിക്കും പഠിച്ച ആളുകൾക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആണ്. കാരണം ഇതിലും ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇന്റഗ്രൽസിൽ. അപ്പം ഞാൻ എങ്ങനെയാ പഠിച്ചതെന്ന് ഇപ്പൊ ഒരുപാട് +1 സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പഠിക്കുന്നത്, ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്.